ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ സരയുവാണെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷം രാഹുലിനെ കാണാൻ വേണ്ടി ജയിലിലേക്ക് പോകുക കേട്ടോ. അപ്പൊ രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ഇവിടുന്ന് പോയത്. നിങ്ങൾക്ക് എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ ആ മനോഹർ എന്ന് പറഞ്ഞ വൃത്തികെട്ടവനെ ഇല്ലാതാക്കാനായിട്ട്, അങ്ങനെയെങ്ങാനും നിങ്ങൾ അവനെ ഇല്ലാതാക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ പുറത്തിറങ്ങുമ്പോ ഞാനും എന്റെ അമ്മ നിങ്ങളെ നോക്കിക്കോളാം. അത് ഒളിവിലാണെങ്കിൽ നിങ്ങളെ ശരിക്കും നോക്കി പരിചരണം തന്നോളാം. അത് കുറച്ചു ദിവസങ്ങൾക്ക് വേണ്ടി മാത്രം. അപ്പോ നിങ്ങൾ ആ മനോഹരനെ കൊല്ലാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനത്തെ എന്തെങ്കിലും പരിപാടി ചെയ്തോ എന്ന് ചോദിക്കുമ്പോ, മോളെ അതിനുവേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. അങ്ങനത്തെ മറുപടിയൊന്നും നിങ്ങളെ കൊണ്ട് പറയാൻ പറ്റുമെന്ന് എനിക്കറിയാം. നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അതൊക്കെ അവിടെ നിൽക്കട്ടെ. മോളും കൂടി അറിഞ്ഞിട്ടാണോ ഈ കഴിഞ്ഞ ദിവസം അങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ല, എങ്ങനെ സംഭവിച്ചെന്നാ നിങ്ങൾ പറയണത്? എനിക്ക് മനസ്സിലായില്ല എന്ന് സരയു പറയുമ്പോ, അല്ല, കിരണും കല്യാണി കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു മനോഹരനെ കാണാനായിട്ട്. കിരണും കല്യാണിയോ? അതെ, അവന്റെ അഭ്യർത്ഥന മാനിച്ച് കൺമണി മോളെ കാണിക്കണമെന്നുള്ള അഭ്യർത്ഥന മാനിച്ച് കൺമണിയും മോളെയും കൊണ്ടാണ് അവര് വന്നത്. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കുമെന്നോ? സത്യ മോളെ പറഞ്ഞത്. കൺമണി മോളെ കണ്ടു കഴിഞ്ഞപ്പോഴേ അവന് ഇവിടെ ഉള്ള എല്ലായിടത്തും ആ കഥകളും അവിടുത്തെ വിവരണങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കായിരുന്നു. കിരണും കല്യാണിയും അങ്ങനെ ചെയ്തോ? അതെ, അങ്ങനെ ചെയ്തു, ഉറപ്പായിട്ടും ചെയ്തു. കഴിഞ്ഞ ദിവസം കൺമണി മോളെ കൊണ്ടുവന്നിട്ട് അവരിവിടെ കാണിക്കുകയും ചെയ്തു, തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. എങ്കിൽ അതെനിക്കൊന്നും അറിയണമല്ലോ. എനിക്കതിനെ ഞാൻ പറഞ്ഞത് മനോഹരനെ ഇല്ലാതാക്കാനായിട്ട്. എനിക്ക് അമ്മക്കും മോൾക്കും ജീവിക്കണ്ടേ? അതിനു വേണ്ട ഞാൻ കിരണ്ട കമ്പനി ജോലിക്ക് നോക്കണത്. അവര് നല്ല രീതിയിൽ തന്നെ എനിക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മനോഹരനെയാണെന്ന് അവർക്കറിയാം. അങ്ങനെയുള്ളപ്പോ അവര് മനോഹരന്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിച്ചത് വളരെ തെറ്റ് തന്നെയാണ്. എന്തായാലും ഞാൻ ഇത് ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു അവിടുന്ന് പോകുക കേട്ടോ. ശേഷം രാഹുൽ അകത്തേക്ക് വരുമ്പോഴേക്കും വിക്രം ചോദിക്കണ്ടേ, ആരാങ്കിളെ കാണാൻ വന്നത്? എന്റെ മോളാടാ. അവൾ അറിഞ്ഞില്ലായിരുന്നു കൺമണി മോളെ കാണിക്കാൻ വേണ്ടിയിട്ട് കിരണും കല്യാണിയും ഇവിടെ വന്നിരുന്നില്ലേ? അത് ഞാൻ അവളോട് പറഞ്ഞു. അവൾക്ക് ആകെ ദേഷ്യം കേട്ടാ പോയിരിക്കണത്. അല്ല അങ്കിളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അങ്കിളുടെ മോളിപ്പോ കിരണ്ടൻ കരണ്ട കമ്പനിയിലാണല്ലോ വർക്ക് ചെയ്യണത് സരയു. അവിടെ നിന്നുകൊണ്ട് അവൾക്ക് ഉപദ്രവിക്കാൻ പറ്റില്ലേ? ആ കല്യാണം ഇല്ലാതെ തന്നെ പിന്നെയും കിരണിന്റെ ജീവിതത്തിലേക്ക് അവൾക്ക് കേറാലോ. കിരണും അവളെ കല്യാണം ഉറപ്പിച്ചായിരുന്നില്ല ഒരു കാലം വരെ. അതിനുശേഷം അവൾ ഒരുപാട് കിരണിനെ സ്നേഹിച്ചതല്ലേ? കിരണും കല്യാണത്തിന് സമ്മതമൊക്കെ ആയിരുന്നു. അതിനിടയ്ക്കൽ എന്റെ പെങ്ങളെന്ന് പറഞ്ഞ ഒരുത്തി കയറി വന്നത്. അതല്ലേ നിങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയത്? എന്റെ ജീവിതം ഇങ്ങനെ ആയതിനെ കാരണം അവള് തന്നെയാ ആ കല്യാണിനെ ഇല്ലാതാക്കാൻ സരയു വിചാരിച്ച പറ്റില്ല എങ്കിലെ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിലേ കിരൺ വീണ്ടും അവളെ വിവാഹം കഴിക്കും എന്ന് പറയുമ്പോഴേക്കും രാഹുൽ പറയണ്ടേ, കിരൺ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ലടാ. അവന്റെ സ്വഭാവം നിനക്ക് അറിയാലോ. പക്ഷെ അവളുടെ കൂടെ താങ്ങും തളനട്ട അവൻ ഉണ്ടാകും, അതെനിക്ക് ഉറപ്പാ. എന്റെ മോളുടെ മാനസികാവസ്ഥ ഇപ്പൊ എന്താന്നും എനിക്കറിയില്ല. അവളാകെ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ, മനോഹരനെ കൊല്ലാനായിട്ട്. അതിനാണെങ്കിൽ പറ്റുന്നുമില്ലല്ലോ. എന്തായാലും കൺമണി മോളെ കൊണ്ട് കാണിച്ചത് അവൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ എന്തായാലും ഇത് പോയിട്ട് അവരോട് ചോദിക്കുമായിരിക്കും എന്നൊക്കെ പറയാണ് രാഹുല്. ശേഷം കിരണും കല്യാണിയും കമ്പനിയിൽ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് സരയു ദേഷ്യത്തോടെ വരുവാട്ടോ. സരയുവിനോട് കിരൺ ചോദിക്കണ്ടേ, എല്ലാ സരയു നീ എന്താ ഇങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടാ വന്നത്. എന്താ സരയു? എന്താണെങ്കിലും ചോദിച്ചോ. ഞാൻ അറിയാതെ എന്റെ മോളെ ആ മനോഹരനെ കൊണ്ടേ കാണിച്ചോന്ന് ചോദിക്കുമ്പോഴേക്കും കിരണും കല്യാണിയും ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പൊ നിങ്ങൾ കൊണ്ടേ കാണിച്ചല്ലേ? നിങ്ങൾക്കറിയാലോ അവൻ എത്രമാത്രം വൃത്തികെട്ടവനാണെന്ന്. പിന്നെ എന്തിനാ അവനെ എന്റെ മോളെ കൊണ്ടേ കാണിച്ചത്? എനിക്കത് ഇഷ്ടമല്ലെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സോറി സരയു, അങ്ങനെ ഒന്നും സംഭവിച്ചു പോയി, ഇനി ഞങ്ങൾ ആവർത്തിക്കില്ല എന്ന് കിരൺ പറയാണ്. കല്യാണി പറയണ്ട, അതെ അവൻ 2 പ്രാവശ്യം ഇങ്ങോട്ടേക്ക് കത്തെഴുതിയിരുന്നു മോളെ കാണണോന്ന് പറഞ്ഞിട്ട്. അത് കാണിക്കാൻ തോന്നിട്ട് കൊണ്ടേ കാണിച്ചതാണ്. അവന്റെ ഒരു കത്ത്, അവന്റെ സ്നേഹം എന്താന്ന് നിങ്ങൾക്ക് തന്നിട്ട് അറിയാവുന്നതല്ലേ? എന്നെക്കാളും മുമ്പേ അവൻ എന്താണെന്നും ആരാണെന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതല്ലേ? പിന്നെ എന്തിനാ അവനെ എന്റെ മോളെ കൊണ്ട് കാണിച്ചത്? എന്റെ മോൾ അവന്റെ മുഖം മറന്നു വരുമായിരുന്നു. വീണ്ടും അവനെ കൊണ്ട് കാണിച്ചത് എന്തിനാണ് എന്നൊക്കെ ചോദിക്കുകയാണ്. സോറി സരയു, ഇനി ഒരിക്കലും ഞങ്ങൾ അത് ആവർത്തിക്കില്ല എന്ന് പറയാണ്. ഞാൻ തുണിക്കടയിലെങ്കിലും പോയി നിന്നോളാം. എനിക്കും എന്റെ അമ്മക്കും കുഞ്ഞിനും കഴിയാനുള്ള പൈസ തുണിക്കടയിൽ നിന്നെങ്കിലും കിട്ടിക്കോളും. ഞാനിവിടെ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറഞ്ഞേക്ക്, ഞാൻ ഇപ്പൊ തന്നെ ഇവിടുന്ന് പോയിക്കോളാം. സരയു സോറി, ഇനി ഒരിക്കലും ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. നിന്നോട് പറയാതെ കൺമണി മോനെ ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോകില്ല എന്ന് പറയുമ്പോഴേക്കും സരയു ദേഷ്യത്തോടെ അവിടെ നിന്ന് കണ്ണ് നിറഞ്ഞിട്ട് ഇറങ്ങി പോവാട്ടോ. ശേഷം കിരണോട് കല്യാണി പറയണ്ട, ഞങ്ങൾ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോയത് മോശമായി പോയോ കിരണേട്ടാ? അത് ആ ബകാസുരം പറഞ്ഞിട്ടേക്കും അവളുടെ അടുത്ത്. ഇനി എന്തായാലും അവൾ അറിയിക്കാണ്ട് എവിടെയും കൊണ്ടോണ്ട. ശരിയാ, അവൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് മനോഹരനെയാണ്. മനോഹർ ആരാണെന്ന് എന്താണെന്ന് നമുക്കറിയാലോ. അവന്റെ സ്നേഹം, കുഞ്ഞിനോടുള്ള സ്നേഹം ആത്മാർത്ഥമായിട്ട് തോന്നിട്ടാ നമ്മൾ കൊണ്ടേ കാണിച്ചത്. എന്തായാലും ഇനി അത് വേണ്ട, അവൾക്കത് വിഷമമാകും എന്ന് പറയാണ്. കിരൺ പറയണ്ട്, എന്തായാലും കല്ലുമോനെ 1ാം ക്ലാസ്സിൽ ചേർക്കുമ്പോ തന്നെ കൺമണി മോളെയും ചേർക്കണം. കൺമണി മോളെ അച്ഛന്റെ സ്ഥാനത്ത് ഞാൻ നിന്നോളാം കല്യാണി.
എനിക്ക് എന്റെ ചെറുപ്പത്തിലെ ആ ബഗാസു എന്ന് പറഞ്ഞ ആള് എന്റെ അച്ഛനെ നാട് പിടിപ്പിച്ചതല്ലേ. അന്ന് എന്റെ അച്ഛന്റെ സ്ഥാനത്ത് അയാളാ നിന്നത്. അമ്മാവനായിട്ട് പല സ്ഥലങ്ങളിലും അച്ഛനാണെന്ന് പറഞ്ഞിട്ട് അയാളാ വന്നത്. അതുപോലത്തെ അത് ആത്മാർത്ഥത ഇല്ലാതെയാണ് അയാൾ വന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കൺമണിമോളുടെ അച്ഛൻ ഇനി മുതൽ ഞാനായിരിക്കും കല്യാണി എന്ന് പറയാണ്. കല്യാണി ഇങ്ങനെ തലയാട്ടുന്നുണ്ട്. സ്കൂളിലും അവളുടെ എല്ലാ സർട്ടിഫിക്കറ്റിലും അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് എന്റെ പേര് മതി. കല്ലുമോനെ പോലെ എന്റെ മോള് തന്നെയാണ് കൺമണി എന്ന് കിരണും പറയുന്നുണ്ട്. കല്യാണി അത് ശരിവെക്കുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി അമ്മേനെയും കാർത്തികനെയും ബൈജുവിനെയാണ് കേട്ടോ. അവർ രാത്രി റൂമെല്ലാം അടച്ചുപൂട്ടി ഒരു റൂമിൽ മാത്രം ഇരിക്കുകയാണ്. അപ്പോഴേക്കും പെട്ടെന്ന് ജനലരികിൽ ഒരു ഒച്ച കേൾക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ കാർത്തിക പറഞ്ഞു, ആരോ ജനലിൽ മുട്ടുന്നുണ്ടെന്ന് പറയുമ്പോൾ ബൈജു പറഞ്ഞു, അത് മഴയല്ലേ കാർത്തികേച്ചി, വല്ല മരച്ചില്ല എന്തെങ്കിലും മുട്ടിയതായിരിക്കും എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ ബൈജു കയ്യിൽ ഒരു തോക്ക് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടില്ല തോക്ക്, ഇതെനിക്ക് കിരണളിയാൻ തന്നതാണ്, എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ പൂശിക്കോളനാ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ലക്ഷ്മി അമ്മ പറയണ്ടേ, ഞങ്ങളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് ബൈജു, പക്ഷെ അവൻ നേരക്കല്ലല്ലോ വരുന്നത്, പുറകെ കൂടി വന്നല്ലേ കുത്തുന്നത്, അതാ പേടി, അവൻ നേരെ വരില്ല, ഏത് വഴിയാണ് വരുന്നതെന്ന് പറയാനും സാധിക്കില്ല എന്നൊക്കെ പറയാണ്. ആ സമയത്ത് നമ്മുടെ ലക്ഷ്മി അമ്മ ചോദിക്കണ്ട് കാർത്തിക അടുത്ത്, മോളെ നീ വാതിലൊക്കെ നന്നിട്ട് അടച്ചിട്ടുണ്ടല്ലോ അല്ലെ എന്ന് ചോദിക്കുമ്പോ കാർത്തിക സംശയത്തോടെ ഇങ്ങനെ നോക്കുമ്പോ ബൈജു പറയണ്ട്, വേണ്ട ഞാൻ പോയി നോക്കിക്കോളാം. ബൈജു ദേ വാതിൽ തുറന്ന് പുറത്തേക്കൊന്നും പോരുത്, ലോക്കാണോ ലോക്ക് അല്ലെങ്കിൽ ലോക്ക് ഇടുക, അത്ര മാത്രം ചെയ്തിട്ട് വന്നാൽ മതി, പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയാണ്. ഇല്ല ലക്ഷ്മി അമ്മ നിങ്ങൾ പേടിക്കല്ലേ, ഞാൻ പോയി വാതിലൊക്കെ നോക്കിയിട്ട് വരുന്ന വേണ്ട ബൈജു മുകളിലത്തെ വാതിലൊക്കെ നോക്കാൻ വേണ്ടി മുകളിലേക്ക് കയറി പോവാട്ടോ. അതിനുശേഷം കാണിക്കേണ്ടത് നമ്മുടെ ദീപേനെയും അതുപോലെ തന്നെ പ്രകാശിനെയാണ്. പ്രകാശൻ ദീപടുത്ത് പറയേണ്ടത്, ദീപേ എനിക്കൊരു സമാധാനമില്ല ദീപേ, അമ്പലത്തിൽ പോയി വന്നേ പിന്നെ എന്റെ മോൾക്ക് എന്തോ സംഭവിക്കുന്നു, പേടിയാവുന്നു, ഇന്ന് രാത്രി എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തോന്നുവാണ് എന്ന് പറയാണ്. അപ്പൊ ദീപ പറയണ്ട്, അത് പ്രകാശേട്ടനെ മാത്രല്ല എല്ലാവർക്കും പേടിയുണ്ട്, ആ ഗംഗപ്രസാദ് ജയിലിൽ ചാടി നടന്നപ്പോ തൊട്ട് എല്ലാവർക്കും പേടിയാണ് ദീപേ, എനിക്ക് എന്തോ പേടി പോലെ, ഞാൻ ഒന്ന് പോയി നോക്കട്ടെ ആ വഴിയരികിലൊക്കെ. വേണ്ട പ്രകാശേട്ട, പ്രകാശേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത്, പ്രകാശേട്ടന് ആകെ വയ്യാത്തയല്ലേ, നോക്ക് ദീപേ ബൈജുക്ക് പെണ്ണ് കാണാൻ വേണ്ടി അവിടെ പോയില്ലേ ആ സ്റ്റെഫിയുടെ വീട്ടില്, ആ സമയത്ത് എനിക്ക് വയ്യായികയൊക്കെ ഉണ്ടായിരുന്നു, എന്നിട്ട് കിരൺമോനെ രക്ഷിക്കാൻ എനിക്കായില്ലേ, എടി നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ മരിക്കാനും തയ്യാറാടി എന്ന് പറയാണ്. പക്ഷെ പ്രകാശേട്ടൻ എന്താ സംഭവിച്ചാൽ നമ്മുടെ മക്കൾ അത് സഹിക്കില്ല, മക്കള് പൊന്നുപോലെ പ്രകാശേട്ടനെ നോക്കണത്, അതെനിക്ക് അറിയാടി, അതാ എന്റെ വിഷമം, അതിനെന്തിനാ പ്രകാശേട്ട വിഷമിക്കണതെന്ന് ദീപ ചോദിക്കുമ്പോ, അല്ല അങ്ങനെ അവരെ ഒരുപാട് സ്നേഹിക്കുമ്പോഴേ ഞാനെങ്ങാനും ഇല്ലാതായി പോയി കഴിഞ്ഞാൽ അവർക്കത് താങ്ങാൻ പറ്റില്ലല്ലോ, അതാ എനിക്ക് വിഷമം, എനിക്കും സത്യം പറഞ്ഞ ഇപ്പൊ ജീവിക്കാൻ തോന്നുന്ന കാരണം മക്കളുടെ സ്നേഹം കാരണം ആടി, അവരിങ്ങനെ സ്നേഹിക്കുമ്പോ എനിക്കും മരിക്കാനൊന്നും തോന്നണില്ല ദീപേ എന്നൊക്കെ പറയാണ്. എന്തായാലും ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, ആ ഗംഗപ്രസാദെ നേർക്ക് നേരെ മുട്ടണവനല്ല, നേർക്ക് നേരെ മുട്ടാണെങ്കിൽ കിരൺ മോൻ അവനെ തകർത്ത് കളയും, അതുകൊണ്ട് പുറകെ വന്ന് കുത്തണവനാണ്, എനിക്കെന്തോ ഇവിടെ നിന്നിട്ടൊരു സമാധാനം ഇല്ല, ഞാൻ വെറുതെ ഒന്ന് കാർത്തികമ്മളുടെ വീട് വരുന്ന പോയി നോക്കട്ടെ, പ്രകാശേട്ട ഇപ്പൊ പോവണ്ട, എന്നാൽ ഞാൻ ഈ മുറ്റത്തൊക്കെ ഒന്ന് നടന്നു നോക്കട്ടെ, പ്രകാശേട്ട വയ്യാത്തയല്ലേ ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ദീപ ഈ മുറ്റം വരെ ഒന്ന് നടന്നിട്ട് വെറുതെ വഴിയിൽ വെറുതെ നോക്കിയിട്ട് വരാ, എന്നെ ആരും എന്ത് ചെയ്യാനാടി, എന്നെ കൊണ്ട് എന്ത് ഉപയോഗമുള്ളത്, ഇവിടെ കുത്തുകെട്ടി വൃക്ക പോയി കരള് പോയി എല്ലാം പോയി കിടക്കുന്ന ഞാൻ, കാലുമില്ല, എന്നെ ആരും എന്ത് ചെയ്യാനാണ്, ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ ദീപേ, എന്നാൽ എന്റെ മക്കൾക്കൊന്നും സംഭവിക്കരുത്, ഞാൻ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് പ്രകാശം മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അതേസമയം പെട്ടെന്ന് തന്നെ കാർത്തികയുടെ വീട്ടിൽ ആരോ വാതിലും ബെല്ലടിക്കുന്ന ഒച്ച കേൾക്കാട്ട്. അപ്പൊ കാർത്തികയും ലക്ഷ്മിയും ആകെ ഞെട്ടുവാണ്, ഈശ്വര ആരോ ബെല്ലടിച്ച ഒച്ചയല്ലേ, ബൈജു അപ്പൊ മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ട്. ലക്ഷ്മിയമ്മ ആരോ ബെല്ലടിച്ചല്ലോ, വേണ്ട ബൈജു വാതിൽ തുറക്കണ്ട, ജനലിൽ കൂടി ആരാ നോക്കിയിട്ട് വാതിൽ തുറന്നാ മതി എന്ന് പറയാണ്. വേഗം തന്നെ ബൈജു ജനലിൽ കൂടി ഇങ്ങനെ നോക്കുവാട്ടോ. അങ്ങനെ നോക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത്. അത് 100% നമ്മുടെ പ്രകാശം തന്നെ ആവാനാണ് ചാൻസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.